സ്പോട്ടിഫൈക്ക് എന്ത് പറ്റി? ആദ്യം അവർ നെറ്റ്ഫ്ലിക്സിന്റെ സ്ട്രാറ്റജി എടുത്ത് വർക്കാക്കാൻ നോക്കി, നടന്നില്ല. പിന്നീട് ഇപ്പൊ അവർ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സ്ട്രാറ്റജിയിലേക്ക് എത്തി. എന്താണ് ഈ രണ്ട് സ്ട്രാറ്റജീസ് എന്നല്ലേ പറഞ്ഞുതരാം. അതിനു മുമ്പ് ബിസിനസ് റിലേറ്റഡ് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇൻഡസ്ട്രി ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സ്പോട്ടിഫൈ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, സാവൺ, ഗാന അങ്ങനെ നീണ്ടുപോകുന്നു. സോ ആ ഒരു ടൈമിൽ സ്പോട്ടിഫൈ ചൂസ് ചെയ്ത സ്ട്രാറ്റജി പ്രീമിയം പ്രൈസിംഗും അതേപോലെ തന്നെ ആർട്ടിസ്റ്റിനെ ഫോക്കസ് ചെയ്തുമായിരുന്നു. ഇത് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിന്റെ സ്ട്രാറ്റജിയും, പ്രീമിയം പ്രൈസിംഗ് അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി കണ്ടന്റ്സ്. എന്നാൽ നമ്മൾ ഇന്ത്യക്കാരുടെ അടുത്ത് ഇത് നടക്കില്ല എന്ന് അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. നമുക്ക് പാട്ടും കേൾക്കണം, നമുക്ക് സിനിമയും കാണണം, എന്നാൽ സബ്സ്ക്രിപ്ഷന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഇതിലില്ലേ. അതുകൊണ്ട് തന്നെ സ്പോട്ടിഫൈ വിചാരിച്ചൊരു സക്സസ് അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ലഭിച്ചില്ല. അങ്ങനെ സ്പോട്ടിഫൈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. ഒന്നെങ്കിൽ MX പ്ലെയറിന്റെ സ്ട്രാറ്റജി എടുക്കണം, അതായത് സ്പോട്ടിഫൈ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കും, അവർ ആഡുകളിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യും. പിന്നെയുള്ള സ്ട്രാറ്റജി ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സ്ട്രാറ്റജിയാണ്. ചില കണ്ടന്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുക, ചില കണ്ടന്റ്സ് ആഡുകളിലൂടെ കൊടുക്കുക, അതോടൊപ്പം പ്രീമിയം വേണ്ടവർക്ക് അതും പ്രൊവൈഡ് ചെയ്യുക. സോ സ്പോട്ടിഫൈ എന്താ ചെയ്തത്? ഈ രണ്ട് സ്ട്രാറ്റജീസിനും അവർ കമ്പൈൻ ചെയ്തു. ആദ്യം യൂസേഴ്സിനെ ഫ്രീ ആയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക, അതിൽ ആഡ്സ് റൺ ചെയ്യുക, ആൻഡ് അതിൽ നിന്ന് മാക്സിമം യൂസേഴ്സിനെ കൺവേർട്ട് ചെയ്ത് പെയ്ഡ് യൂസേഴ്സ് ആക്കുക. ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് അവർക്ക് കൂടുതൽ യൂസേഴ്സിനെ കൊണ്ടുവരാൻ സാധിച്ചു. അതോടൊപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പൊസിഷൻ ഉണ്ടാക്കാനും സ്പോട്ടിഫൈക്ക് സാധിച്ചു. എന്നാൽ ഇപ്പോഴും സ്പോട്ടിഫൈക്ക് ഫ്രീ കസ്റ്റമേഴ്സിനെ കൺവേർട്ട് ചെയ്ത് പെയ്ഡ് കസ്റ്റമേഴ്സ് ആക്കി മാറ്റാൻ കംപ്ലീറ്റ്ലി സാധിച്ചിട്ടില്ല. കാരണം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റും സർവീസും എല്ലാം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 ആഡ് കണ്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. സോ നിങ്ങൾ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന മ്യൂസിക് ആപ്പ് ഏതാണെന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. സോ നമുക്കൊരു സർവേ നോക്കാം, ഏത് ആപ്പിലാണ് കൂടുതൽ യൂസേഴ്സ് ഉള്ളതെന്ന്.